ശശിയേ ഓ ഇതുകൂടി ഇത് കഴിഞ്ഞില്ലേ? നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈരണ്ട് തേങ്ങ കൊണ്ടുവരല്ലേ? ഇതേടി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചി. 1000 തേങ്ങ പൊളിക്കാനെടുത്ത് വിട്ടിട്ടാ ഞാൻ നിങ്ങളെ 100 തേങ്ങ പൊളിക്കാൻ വന്നത്. എന്താശേ ഇത് വെറുതെ ഇട്ടാ ഇത്? അതിനുള്ള പൈസ കരുതില്ല എനിക്ക്. നിങ്ങളത് ഈരണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് 3-4 മണിക്കൂറാണ് എൻ്റെ ഇവിടെ പോയത്. നിങ്ങളെ 100 ഉലവയ്ക്ക് ഇവിടെ ഞാൻ ഇവിടെ പൊളിക്കല്ലേ? എന്തോ ഒരു ഒച്ച കെട്ടിക്കല്ലോ. തേങ്ങയാന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് വരാം. പ്രശ്നേട്ടാ. ആ രാജേഷേ, ആന്നാ ഒച്ച കേട്ടോടോ? ആന്ന് വീണതാ. എന്നിട്ട് ഒന്നും പറ്റിയൊന്നുമില്ല. എന്തായിക്കോ? ഇല്ല. ശശി ഉണ്ടായിരുന്നു തേങ്ങ വിളിക്കുന്നു. അതറിഞ്ഞിട്ട് ഹേങ്ങായിട്ട് വന്നത്. അതാന്നിട്ട് വന്നാ? എന്തായാലും കുറച്ച് ചേരി എടുക്കാനുണ്ടാവുമോ? ചേരി കുറച്ച് തേങ്ങന്റെ ചേരി അറിയുണ്ട്. പച്ച ഉണക്കിയോ ഉണ്ട്? എന്തായാലും ഇല്ല. പിന്നെ ചിരട്ട ഞാൻ കൊടുത്തു കേട്ടോ. ആയിക്കോട്ടെ. ചിരട്ട വേറെ കൊടുത്തു. 5 ഒക്കെ കൊണ്ടുവന്നിക്ക്. അത് മതിയോ ചേട്ടാ? ഓ തേങ്ങ ഒരിക്കുക. ഇവിടുത്തെ മുതലാളിന്റെ ഒരു തമാശ ഇപ്പം കഴിഞ്ഞുള്ളൂ. ഇനി പിന്നെ തമാശ കൂടി കേൾക്കാനുള്ള സമയം എനിക്കില്ല. ഒരു ചേരി എടുക്കട്ടെ. ഇത് നടോ പരിപാടി? എന്താ കയറിന്റെ ബിസിനസ് അങ്ങനെ തുടങ്ങുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ കാൽസ്യത്തിന്റെ കുറവുണ്ട് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് നാരടങ്ങി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അല്ലടാ ഇരപ്പേ, ഞാൻ ഇത്ര കൊല്ലം ഇത് ഇരിക്കാൻ തുടങ്ങിയെന്നറിയോ? ഇങ്ങനെ അറിവുണ്ടായിട്ട് ഇത്രയും കാലമായിട്ട് എന്നോടത്തോട്ട് പറഞ്ഞില്ല. എത്ര ചേരിയാ ഞാൻ കത്തിച്ചറിഞ്ഞേ.